എനിക്ക് കുറച്ച് പച്ച കശുവണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അതൊരു കറിയാക്കുന്നത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. അതെല്ലാം കീറി വൃത്തിയാക്കി തന്നത്, അതിൻ്റെ പുറത്ത് തോടൊക്കെ എടുത്തു തന്നതും എല്ലാം അച്ചുവാണ്. എന്തായാലും പച്ച കശുവണ്ടി ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞളും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, നെഗര വെള്ളം ഒഴിച്ച്, എന്നിട്ട് ഒരു വിസിൽ അടുപ്പിക്കാൻ പോവുകയാണേ. ഞാൻ ആ വിസിലെടുത്തത് ആവി വന്നതിന് ശേഷം മാത്രമേ വിസിലിടാവുള്ളൂ. പലപ്പോഴും അതിൻ്റെ ഇത് വാൽവൊക്കെ അടഞ്ഞിരിക്കുമല്ലോ. ഒരു 2 സവാളയും ഒരു 10 കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞിട്ട് വരാം. ഈ നേരത്തിന് ഒരു ചട്ടി എടുത്തു, അതിൽ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിയ ഉടനെ തേങ്ങാക്കൊത്തിട്ടു. എന്നിട്ട് തേങ്ങാക്കൊത്ത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് 2 പച്ചമുളക് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ, ആ സവാളയും കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഞാനിവിടെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫുഡ് പ്രോസസ്സറിലിട്ടാണ് പെട്ടെന്ന് അരിയുന്നത്. അതാകുമ്പം ഒരേപോലെ നൈസായിട്ട് അരിഞ്ഞ് കിട്ടും. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ തീ കുറച്ചാണ് വഴറ്റുന്നത്. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് കുറച്ച് ഒരു തവിയെടുത്തു, അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് വന്നേ. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി കുറേ നേരം വഴറ്റി കേട്ടോ. അപ്പം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞും പോയിട്ടില്ല, അന്നോട്ട് എല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടു. ഇത് ഇപ്പോൾ ഇട്ടത് ഇഞ്ചിപ്പൊടിയും വെളുത്തുള്ളിപ്പൊടിയുമാണ്. ഞാനിവിടെ ഒരു എക്സിബിഷന് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ചീത്തയാവും അല്ലേ. ഇതാകുമ്പം എത്ര നാളായാലും അത് നല്ലതായിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ടു. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചതിൻ്റെ അത് കഴുകിയ വെള്ളമാണേ, അതൊഴിച്ച് ഒന്ന് ചാലിച്ചെടുക്കാം. അപ്പോഴല്ലേ ഇപ്പോൾ ഇട്ട പൊടികളെല്ലാം ഒരുപോലെ എല്ലായിടത്തും കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് കശുവണ്ടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കാം. ഒരുപാട് ഇട്ട് ഇളക്കാൻ പറ്റത്തില്ല കേട്ടോ, നല്ലപോലെ വെന്തതാണേ. അപ്പം ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിള വന്ന ഉടനെ തന്നെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഈ കറി എടുക്കാം. ആവശ്യമുള്ളവർ ഒന്നും കൂടെ കടുക് താളിച്ച് ഒഴിച്ചാലും നല്ലതാണ് കേട്ടോ. ഇവിടെ അധികം എണ്ണ വേണ്ടാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? താങ്ക് യു.